നമസ്കാരം. പ്രധാന വാർത്തകൾ. അയോധ്യ രാമക്ഷേത്രം മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി ബി.ജെ.പി. ഇലക്ട്രിക്കായി അനന്തപുരി. കാർബൺ ന്യൂട്രൽ അനന്തപുരി പദ്ധതിയിലൂടെ 100 സൗജന്യ ഓട്ടോറിക്ഷകൾ. നെടുമ്പാശ്ശേരിയിൽ ഇനി പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. ചെലവ് 750 കോടി. വാർത്തകൾ വിശദമായി. അയോധ്യ രാമക്ഷേത്രം മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി ബി.ജെ.പി. ദേശീയ നേതാക്കൾ കുടുംബസമേതം അയോധ്യ സന്ദർശിക്കണമെന്ന് നിർദ്ദേശം. അയോധ്യ ക്ഷേത്രത്തിന് സമീപം 13 ക്ഷേത്രങ്ങൾ കൂടി നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി സംഘപരിവാർ. പ്രതിഷ്ഠാ ചടങ്ങ് ജനങ്ങളിലെത്തിക്കാൻ പരസ്യങ്ങൾക്കായി മാധ്യമങ്ങൾ ഉൾപ്പെടെ കോടികളാണ് ബി.ജെ.പി. സർക്കാർ ഒരുക്കിയത്. തിരുവനന്തപുരം നഗരസഭയിലെ കാർബൺ ന്യൂട്രൽ അനന്തപുരി പദ്ധതിയിലൂടെ 100 സൗജന്യ ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്യാൻ തീരുമാനം. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഈ ഓട്ടോറിക്ഷകൾ നിർമ്മിച്ചു നൽകുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന ഓട്ടോകളുടെ ആദ്യത്തെ 10 എണ്ണത്തിന്റെ വിതരണ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ഇനി കായിക വാർത്ത. പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. നെടുമ്പാശ്ശേരിയിലാണ് പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുങ്ങുന്നത്. പുതിയൊരു സ്പോർട്സ് സിറ്റിക്കാണ് ഇതിലൂടെ ക്രിക്കറ്റ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി സ്ഥലം കണ്ടെത്തുകയും ഭൂ ഉടമകളുമായി ധാരണയിലെത്തുകയും ചെയ്തെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് അറിയിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.